വയലാർ കലാ സാംസ്കാരിക വേദി എന്ന ഒരു പുതിയ സാംസ്കാരിക പ്രസ്ഥാനം കൂടി ആരംഭിക്കുകയാണ്. അമ്പലപ്പുഴയിൽ നിന്ന് സഖാവ് സി രാധാകൃഷ്ണൻ വിളിച്ചു പറഞ്ഞത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഒന്ന് താങ്കൾ നിർവഹിച്ചു തരണമെന്നാണ്. ഞാനവിടെ അമ്പലപ്പുഴയിൽ പല പരിപാടിക്ക് പോയിട്ടുള്ളതാണ്. വയലാറിന്റെ പേരിൽ ഒരു കലാ സാംസ്കാരിക വേദി ഉണ്ടാകുന്നു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. വയലാറിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കലാ സാംസ്കാരിക വേദികൾ ഉണ്ടായാലും അത് അധികമാവില്ല. കാരണം യുഗപ്രഭാവനായ ഒരു കവിയും ഗാനരചയിതാവും മാത്രമായിരുന്നില്ല വയലാർ. മനുഷ്യവംശഭാഗധേയത്തിനു വേണ്ടി ഉണർന്നിരുന്ന് പോരാടിയ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ മരണമില്ലാത്ത ഒരു പോരാളി കൂടിയായിരുന്നു വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മ മനുഷ്യന്റെ ചരിത്രപരമായ വിജയം ഉദ്ഘോഷിച്ചാണ് ചക്രവാളത്തിൻ മതിൽക്കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ, പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ, ഗോളങ്ങളെടുത്ത് ഞാൻ പന്തടിക്കുമ്പോൾ, വിദ്യുന്നാളങ്ങൾ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ, നീലവനീലാകാശമണ്ഡലങ്ങളിൽ നാളെ താരകെ നിന്നെ കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ എന്ന് പ്രഖ്യാപിച്ച കവിയാണ്. ഈ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് കോവിഡ്-19 തടവിൽ മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുമ്പോൾ ആ പ്രഖ്യാപനം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം, ഒരു നാളും മരിക്കില്ല, ഒടുങ്ങാത്ത സർഗശക്തികൾ ഞങ്ങൾ തൻ പ്രവാഹത്തെ തടയാനാവില്ല ആർക്കും, ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൻ സൃഷ്ടിശക്തികളത്രയെന്നാണ് മനുഷ്യനെ കുറിച്ച് വയലാർ പറഞ്ഞത്. ഏത് മഹാവ്യാധിക്കും മഹാമാരിക്കും മനുഷ്യന്റെ ജീവിതം ഇല്ലാതാക്കാൻ സാധിക്കില്ല. മനുഷ്യന്റെ ജീവിത പ്രവാഹം അവസാനമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കും. ഒരു മഹാവ്യാധി കൊണ്ടും അത് തടയപ്പെടുകയില്ല. മനുഷ്യവംശം അതിജീവിക്കുക തന്നെ ചെയ്യും എന്നാണ് വയലാർ പ്രഖ്യാപിച്ചത്. വയലാറിന്റെ പാട്ടുകളിൽ, കവിതകളിൽ അത് ആവർത്തിച്ചു വന്നു. മനുഷ്യനെന്ന് ഉച്ചരിച്ചപ്പോൾ വയലാർ കണ്ടത് അനന്തയുഗങ്ങളിൽ കൂടി തളരാതെ പോരാടിക്കയറി വന്ന അജയ്യ നിശ്ചയദാർഢ്യത്തിന്റെ അമൂർത്തവും എന്നാൽ മൂർത്തവുമായ അജയ്യ ശക്തിയെയാണ്. ആ മനുഷ്യൻ ശക്തനായി. തീർച്ചയായും വയലാർ കലാ സാംസ്കാരിക വേദി മനുഷ്യന്റെ ഈ അജയ്യമായ പോരാട്ടങ്ങളുടെ പേശീബലം ആർജിക്കേണ്ടതുണ്ട്. മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മുതലാളിത്തമേ നിൻ മുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല എന്ന് വയലാർ രാമവർമ്മ പറഞ്ഞു. വയലാർ പലതും എഴുതി. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാലറിയാതായി ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി, ദൈവം തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. ഇതൊരു സിനിമ പാട്ടിലെ വരികളാണ്. ഈ കാലഘട്ടത്തിലും പ്രവാചക മനസ്സോടെ, ക്രാന്തദർശിത്വത്തോടെ യാഥാർത്ഥ്യമാക്കി തീർത്ത ഈ കവിയുടെ മനുഷ്യപക്ഷ നിലപാടുകൾ തീർച്ചയായും ഇന്ന് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. രോഗത്തിന്റെ മുന്നിലോ വർഗീയതയുടെ മുമ്പിലോ ഫാഷിസത്തിന്റെ മുമ്പിലോ മനുഷ്യൻ തോറ്റുകൊടുക്കുകയില്ല. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ ഇത്തരം പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. അതിനെ ചരിത്രപരമായ അജയ്യ ബലത്തോടുകൂടി നേരിട്ട് ജയിച്ചതാണ് മനുഷ്യവംശത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ശക്തി. കാലത്തിന്റെ മുഖാകൃതി മാറ്റിയ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യമോചന രണഭൂമിയിൽ നിന്ന് ഉയർന്നതാണ് ഈ ശബ്ദം, ലെനിന്റെ ശബ്ദം. ഇത് വയലാർ പറഞ്ഞതാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. ഇത് അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഒരു ആഹ്വാനമാണ്. അത് സിനിമ പാട്ടിലാക്കി. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. അതാണ് ആ സന്ദേശം. മുന്നോട്ടാണ് നമ്മൾ പോകേണ്ടത്. ചരിത്രത്തിന് പിന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ചരിത്രത്തെ പിന്നോട്ട് വലിക്കാൻ ഒരു പിന്തിരിപ്പൻ ശക്തികൾക്കും സാധിക്കുകയില്ല. ചരിത്രത്തെ പിന്നോട്ട് വലിക്കുന്ന പിന്തിരിപ്പൻ ശക്തികളൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പോയതാണ് മനുഷ്യന്റെ യഥാർത്ഥ ചരിത്രം. അതുകൊണ്ട് വയലാർ കലാ സാംസ്കാരിക വേദി വയലാർ മുന്നോട്ട് വെച്ച മാനുഷികതയുടെ അവസാനമില്ലാത്ത പോരാട്ടങ്ങൾ, അവസാനത്തെ അടിമയും സ്വതന്ത്രനാകുന്നതുവരെ മനുഷ്യവർഗത്തിന്റെ തളരാത്ത പോരാട്ടങ്ങൾ തുടരും. വി ഷാൽ സർവൈവ്, നമ്മൾ അതിജീവിക്കും എന്ന് പ്രഖ്യാപിക്കാനുള്ള ജൈത്രയാത്ര തുടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും വയലാറിനെ കുറിച്ച് പറയുമ്പോൾ വയലാറിന്റെ 2 വരികളെങ്കിലും ചൊല്ലാതെ ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ പാടില്ല. തീർച്ചയായും സി രാധാകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്ന വിപ്ലവ പ്രസ്ഥാനത്തിന് മുഴുവൻ ഇന്ധനമായ വയലാറിന്റെ വരികളുണ്ടല്ലോ. ബലികുടീരങ്ങളെ, സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ, ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമര പുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ചാർത്തിയ നിങ്ങളോട് വയലാറിന്റെ വരികളിൽ ഞാൻ പറയുന്നു, തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ,
തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരിനാളങ്ങൾ. നിങ്ങൾ നിന്ന സമരാങ്കണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി, നിങ്ങൾ നിന്ന സമരാങ്കണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ പല നാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ. എന്താണ് നേടിയത് എന്ന് ആ പാട്ടിലെ അവസാനത്തെ വരിയിൽ ഉണ്ട്. ഒരു സാംസ്കാരിക സംഘടനയുടെ ഉദ്ഘാടനമായതുകൊണ്ട് ആ വരി ഞാൻ ഉറക്കെ ചൊല്ലുന്നില്ല, നിങ്ങൾ അത് ഹൃദയത്തിൽ നിന്ന് ഏറ്റുചൊല്ലുക. അങ്ങനെ ജനവർഗത്തിന്റെ മുന്നേറ്റങ്ങളിലെ ആ പതാക താഴെ വയ്ക്കാതെ മുന്നോട്ട് പോകാൻ വയലാർ സാംസ്കാരിക വേദിക്ക് ആവുമാറാകട്ടെ എന്ന് ആശിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വയലാർ കലാ സാംസ്കാരിക വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഞാനിതാ നിർവഹിച്ചിരിക്കുന്നു.